മാത്സ്യൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 6ന്റെ 1, 2, 3 ചാപ്റ്ററുകൾ മാത്സ്യൂള് വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് 4th ചാപ്റ്ററാണ്. ഭാഗക്കണക്കുകൾ, പാർട്ട് ഓഫ് നമ്പേഴ്സ്. അതായത് ഈ 1/2, 1/3, 2/3, 3/4 എന്നൊക്കെ പറയുന്ന നമ്പറുകളുടെ കൂട്ടുക, അത് രണ്ടും കൂടെ ചേരുന്ന സമയത്ത് എന്തൊക്കെയാണ് ആ ഫ്രാക്ഷനിൽ, ആ ഭിന്നസംഖ്യയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതുമായി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 2 നമ്പറുകളാണ് ഒന്നിച്ച് ചേർത്ത് നമ്മൾ എഴുതുന്നത്. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ 1/2 എന്ന് പറഞ്ഞാൽ ഇതിന് 2ൽ 1, 1/2, 2ൽ 1. അതായത് ഏതോ ഒരു സാധനത്തിനെ 2 ഭാഗിച്ചിട്ടുണ്ട് എന്നും ഈക്വലായിട്ട് 2 കഷ്ണങ്ങളാക്കിയിട്ട് ഉണ്ട് എന്നും അതിലത്തെ ഒരു ഭാഗമാണ് ഈ 1/2. അതായത് ഈ വലിയൊരു സർക്കിളിനെ, വട്ടത്തെ 2 ഭാഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ 1/2 എന്ന് പറയും. അതായത് 2 ഒരു ഭാഗം, അത് സൂചിപ്പിക്കുന്നത് 1/2. ഇത് 2 ഒരു ഭാഗം സൂചിപ്പിക്കുന്നത് 1/2. ഇനി 1/3 ആണെങ്കിലോ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു സംഭവത്തിനെ 3 ഭാഗിക്കും. റൗണ്ട് തന്നെ വേണമെന്നില്ല, ഒരു ഇതേമാതിരിയുള്ള ചോക്ലേറ്റ് മാതിരി ഒരു പീസായാൽ മതി. ഇതിനെ 2 ഭാഗിക്കുകയാണെങ്കിൽ ഈ കഷ്ണത്തിന്റെ കഷ്ണം 1/2. അതേപോലെയുള്ള വേറൊരു ചോക്ലേറ്റ് 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അപ്പോ അതിനെ നമ്മൾ ഇതിനെ പറയാം 3 കഷ്ണമായി. അത് താഴെ 3, അതിന്റെ മേലെ 1, 3, 1, 1/3 എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് താഴെ കാണുന്നത് എത്ര കഷ്ണാക്കിയിട്ടുണ്ടെന്നും മുകളിൽ കാണുന്നത് അതിൽ എത്ര പീസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, പരിഗണിക്കുന്നത് എന്നുമാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കുട്ടികളെ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ നോക്കൂ, ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെ നമ്മൾ പഠിച്ചു. എന്നാല് നോക്കൂ, ഇങ്ങനെ പറയുമ്പോൾ എന്താ അർത്ഥം? 1/4 എന്ന് പറഞ്ഞാൽ 4ൽ ഒരു ഭാഗം. ഈ ഒരു 4ൽ ഒരു ഭാഗവും 4ൽ ഒരു ഭാഗവും ചേർന്ന് കഴിഞ്ഞാല് എത്ര വരും? ഇതേപോലെ 2 ഫ്രാക്ഷൻസ് കൂടി ചേരുമ്പോൾ എത്ര വരും നമുക്ക് നോക്കാം. 4ൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എങ്ങനെയാ ഉണ്ടായിട്ടുണ്ടാവുക? ഈ 1/4 എങ്ങനെയാ ഉണ്ടായിട്ടുണ്ടാവുക? ഒരു റൗണ്ടിന് എത്രയായിട്ട് ഭാഗിച്ചിട്ടുണ്ടാവും? 4. ഇതിപ്പോ 2 ഭാഗിച്ചു. ഇപ്പോഴെത്രയായിട്ടായി? 4 ഭാഗിച്ചു. അപ്പൊ ഈ ഒരു കഷ്ണാണ് എത്ര? 1/4. ഈ ഒരു കഷ്ണം എത്രയാണ്? 1/4. കറക്റ്റ്. അപ്പൊ 1/4ഉം 1/4ഉം ചേരുമ്പോൾ എത്രയാവും എന്നുള്ളതാണ് നോക്കുന്നത്. നോക്ക്, ഈ ഒരു കഷ്ണവും ഈ ഒരു കഷ്ണവും ചേർന്നാല് എങ്ങനെയുള്ള കഷ്ണം കിട്ടും? ഇതേമാതിരി നമ്മൾ വേറൊന്ന് വരച്ചാല്, അതായത് ഈ ഭാഗത്തിന് തുല്യായിരിക്കൂലേ? ഇത് ഒരേപോലെയുള്ള റൗണ്ട് ആണെങ്കിൽ ഇതും ഈ പീസും ചേർന്നാല് അത് ഈ ഭാഗത്തിന് തുല്യാണ്. ഈ ഭാഗത്തിന് ഫ്രാക്ഷനിൽ നമ്മൾ എങ്ങനെയാണ് പറയുക? 1/2. അപ്പൊ നമ്മൾക്ക് പറയാൻ പറ്റും 1/4ഉം 1/4ഉം ചേർന്നത് കിട്ടുന്നത് ഏതിന് തുല്യാണ്? 1/2ന് തുല്യമാണ്. ഓക്കെ, 1/2ന് തുല്യമാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം പറയാം. ഇപ്പൊ നോക്കൂ, 1/6ഉം 2/6ഉം ചേരുന്ന വിചാരിക്കാം. 1/6 ചേരുന്നുണ്ടെങ്കിൽ ഈ സർക്കിളിന് അത് എങ്ങനെയാക്കാൻ പറ്റുക? ഈ സർക്കിളിന് എത്ര കഷ്ണാക്കണം? ഈക്വലായിട്ട് 6 പീസുകളാക്കണം. ഈക്വലായിട്ട് 6 പീസുകളാക്കണം. നമുക്ക് നോക്കാം. ഒരു പീസ് ഇങ്ങനെ ആക്കി. നോക്കോ, ഒരു പീസ് നമുക്ക് ഇങ്ങനെ ആക്കാം. 6 പീസാക്കണേ. 1, 2, 3, 4, 5, 6 പീസ് ഇങ്ങനെ ആക്കിയാല് നോക്കൂ കുട്ടികളെ, ഇങ്ങനെയുള്ള 6 പീസുകളാക്കിയാല്, ഒരുപോലെയുള്ള 6 പീസുകളാക്കിയാല് അതിലത്തെ ഒരു പീസാണ് എത്ര വരിക? 1/6. 6ൽ ഒരു ഭാഗം. പിന്നെ വരുന്നത് എത്രയാണ്?
2/6 ആണ്. അതിന്റെ അർത്ഥം എന്താ? ഇതിലുള്ള 2 പീസും കൂടെ ചേരണം. 6ൽ 2 പീസ് ചേരണം. ഈ 6 2 പീസ് എത്രയുണ്ടാവും? ഇത് രണ്ടും 2 പീസാണല്ലോ. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർന്നാല് നമുക്ക് എത്ര എഴുതാം? 2/6 എന്ന് എഴുതാം. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോ 2/6 ആയി. നോക്കൂ കുട്ടികളെ, ഈ 1/6ഉം ഈ 2/6ഉം ചേർന്ന് കഴിയുമ്പം എത്രയായി നോക്കിയാൽ? ഈ റൗണ്ടിന്റെ നേരെ പകുതി ഭാഗമായില്ലേ? ഈ 1/6ഉം 2/6ഉം ചേരുമ്പോ നേരെ എവിടെയായി? ഈ സർക്കിളിന്റെ നേരെ പകുതിയായി. അപ്പോ നമുക്ക് കിട്ടും 1/6ഉം 2/6ഉം ചേർന്ന് കഴിയുമ്പോ നോക്കൂ ഈ 1/6ഉം 2/6ഉം ചേർന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു രൂപം കിട്ടി. അതായത് ഈ സർക്കിളിനെ, ഈ വട്ടത്തിനെ നേരെ പകുതിയാക്കി മാറ്റി. പകുതിയാക്കി മാറ്റുമ്പം ഇത് 1/2 ആണ്, ഇതും എത്രയാണ്? 1/2 ആണ്. അപ്പൊ ഈ 1/2 എന്ന് പറയുന്ന ഭാഗത്തിന് കണക്കായിട്ട് ആര് വന്നു? ഈ 1/6 എന്ന് പറയുന്ന ചെറിയ പീസും 2/6 എന്ന് പറയുന്ന മറ്റൊരു കഷ്ണവും ചേരുമ്പം എന്തായി? ഈ വട്ടത്തിന്റെ നേരെ പകുതിയായി. അപ്പൊ 1/6ഉം 2/6ഉം ചേർന്നാലും നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1/2 തന്നെയാണ് കിട്ടുന്നത്. ഇനി ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം ചോദിക്കുന്നത്, നോക്കൂ കുട്ടികളെ, 1/2ഉം 1/4ഉം 1/4ഉം ചേർന്നു. അപ്പൊ ഇവിടെ എത്ര 1/4 ചേർന്നു? 2 1/4 ചേർന്നു അല്ലെ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും 1/4ഉം 1/4ഉം ചേർന്ന് കഴിഞ്ഞാല് എത്ര ആയി? നോക്കിയാൽ ഈ 4 2 ഭാഗമായില്ലേ? ഈ ഹാഫിനെ നമുക്ക് എങ്ങനെ പറയാ? 4 പീസാക്കി കഴിഞ്ഞാല്, നോക്കൂ, 4 കഷ്ണങ്ങളാക്കിയിട്ട് കഴിഞ്ഞാല് അതിലത്തെ 2 കഷ്ണാണ് ഇത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ പറയാ? 4ൽ 2 കഷണാണ് ഇത്. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം 4 പീസിൽ 2 ഭാഗം. അതിന് നമുക്ക് എങ്ങനെ കുറിക്കാൻ പറ്റുക? 4ൽ 2 എന്ന് നമുക്ക് കുറിക്കാൻ പറ്റും. ഓക്കെ, 4ൽ 2 ഭാഗമായി ഇത്. ഈ 4ൽ 2 ഭാഗം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ആകെയുള്ളതിന്റെ പകുതിയാണ്. അതായത് 4ൽ 2 2/4 എന്ന് പറയുന്നതിന് നമുക്ക് ചുരുക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? അത് 1/2ന് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 1/4ഉം 1/4ഉം ചേരുന്നത് ആകെയുള്ള 4 പീസില് 2 പീസ് ആണെന്ന് മനസ്സിലായി. ഈ 4ൽ 2 പീസ് എന്ന് 2 കഷണം എന്ന് പറയുന്നത് ആർക്ക് ഈക്വലന്റ് ആണെന്നറിയാം? 2ൽ 1ന് ഈക്വൽ ആണ്. 4ൽ 2 എന്ന് പറയുന്നത് ആകെയുള്ളതിന്റെ 4 കഷ്ണാക്കി കഴിഞ്ഞാൽ 2 കഷ്ണം. അപ്പൊ ആ 2 കഷ്ണാണ് ഇത്. അപ്പൊ 1/4ഉം 1/4ഉം ചേർന്നാൽ നമുക്ക് കിട്ടുന്നു എത്ര? 2/4. അത് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എഴുതി എടുക്കണം. ഓക്കെ, 1/4ഉം 1/4ഉം ചേർന്നാൽ 2/4. ഇനി നോക്ക്, 1/6ഉം 2/6ഉം ചേരുമ്പോ എത്രയായി? 6ൽ എത്ര ഭാഗമായി? ഇവിടുന്ന് ഇവിടത്തേക്ക് ആകെ ഇതിനെ 6 പീസാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഈ 1/6 എന്ന് പറയുന്നത് 6ൽ 1 ഭാഗവും 6ൽ 2 ഭാഗവും ഒന്നിച്ചിട്ട് വെക്കുമ്പോ അത് 6ൽ എത്ര ഭാഗമായി നോക്കിയാൽ? ഈ 6 എണ്ണത്തില് എത്ര ഭാഗമായി? ഇവിടുന്ന് ഇവിടത്തേക്ക് 3 ഭാഗമായി. അപ്പോ ഈ 1/6ഉം 2/6ഉം ചേരുമ്പോ നമുക്ക് എത്ര കിട്ടും? 6ൽ 3 ഭാഗം നമുക്ക് കിട്ടുന്നു. അപ്പോ 1/6 + 2/6 3/6. അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് എഴുതാം. ഈ 6 എണ്ണത്തിൽ 3 എന്ന് പറയുന്നത് ടോട്ടലിന്റെ നേരെ പകുതിയാണ്. അതിനെ നമുക്ക് 1/2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് എഴുതുന്ന കാര്യം. അപ്പോ ഈ കാര്യമാണ് നമ്മൾക്ക് ഇവിടെ പഠിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ കുട്ടികളോട് ഞാൻ ചോദിക്കുകയാണ്, 1/8 ഒരു കഷ്ണത്തിനെ 8 കഷ്ണാക്കി അതിൽ 1 കഷ്ണം എടുത്തു. എന്നിട്ട് 8 കഷ്ണം ഉണ്ടാവുമല്ലോ. ആ 8 കഷ്ണത്തില് പിന്നെ അതിൽ നിന്ന് 2 കഷ്ണം എടുത്തു. 8ൽ 2 എടുത്തു. ഇത് രണ്ടും കൂടെ ചേർന്നാൽ എത്രയുണ്ടാവും? നമുക്ക് നോക്കാം. 8 കഷ്ണം. അപ്പൊ ഇതിനെ ഞാൻ 8 കഷ്ണാക്കാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാക്കി ഇപ്പൊ 4 കഷ്ണായി കണ്ടില്ലേ? 4 എണ്ണായി. ഇനി ഇങ്ങനെയാക്കി നോക്ക.
ഇപ്പൊ എത്ര കഷ്ണായി? 8 കഷ്ണായി. എല്ലാം ഒരേപോലെയാണെന്ന് കരുതുക. 8 കഷ്ണാക്കി. അതിൽ എത്ര എടുത്തത്? 8ൽ 1 എടുത്തത്. അപ്പൊ 8 എണ്ണത്തില് 1 ഈ ഭാഗം എടുത്തു. 8ൽ 1 മനസ്സിലാക്കണം. 8ൽ 1 ഇത് 8ൽ 1 1/8 ആണ്. പിന്നെ എടുക്കുന്നത് എത്രയാണ്? 2/8. 8ൽ 2 കഷ്ണം. 8ൽ 2 പറയുമ്പോ ഇതാ ഇത് നോക്കിയാൽ ഇതാ ഇത് 8ൽ 2 കഷ്ണം. ഈ ഞാൻ റൗണ്ട് ചെയ്ത ഭാഗം കൂടി ചെന്ന 8ൽ 2 ആയില്ലേ? ഇത് രണ്ടും കൂടെ ചേർന്ന 8ൽ 2 കഷ്ണം. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാല് 8ൽ ആകെ എത്രയായി? 8ൽ എത്ര പാർട്ടായി നോക്കിയാൽ ഇത് രണ്ടും കൂടെ ചേരുമ്പോ ഈ ചെറിയ കഷ്ണവും അതിനേക്കാളും കുറച്ച് വലിയ കഷ്ണവും ചേർന്നിട്ട് വലിയ ഒന്നായി കഴിഞ്ഞാല് അത് ആകെയുള്ള 8 എണ്ണത്തില് എത്ര കഷ്ണമുണ്ട്? 8 എണ്ണത്തില് 1 2 3 കഷ്ണം ഉണ്ടാവും. 8 എണ്ണത്തില് 3 കഷ്ണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/8 2/8 ചേരുമ്പോ നമുക്ക് ആൻസർ കിട്ടി 3/8 കിട്ടി. അപ്പൊ ചിത്രങ്ങൾ ഇല്ലാതെയും നമുക്ക് പറയാൻ പറ്റണം. അതിന് എന്ത് ചെയ്താൽ മതി? നോക്കൂ, എല്ലാത്തിനെയും ഡിവൈഡ് ഒരേ പീസുകളാണ് ആക്കുന്നത്. ഈക്വൽ പീസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ടോ അത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ട് അതേ എത്ര പീസ് ടോട്ടൽ ആക്കിയോ അതങ്ങ് അവിടെ എഴുതി ചേർത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആൻസർ മനസ്സിലാവും. ഇപ്പൊ 1/6 6 കഷ്ണാക്കി, അതിൽ 1 കഷ്ണം, 6 കഷ്ണത്തിൽ 2 കഷ്ണം. അപ്പൊ ടോട്ടൽ എത്ര? 6 കഷ്ണത്തിൽ 3 കഷ്ണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതിയിട്ട് എത്ര കഷ്ണാണോ ആക്കിയത് അത് തന്നെ എഴുതിയാൽ മതി. പല കുട്ടികളും തെറ്റിക്കുന്ന എവിടെയാണെന്നറിയോ? കുട്ടികള് ഇത് രണ്ടും കൂടെ കൂട്ടി ഇത് എഴുതും, ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇവിടെ എഴുതും. അപ്പൊ തെറ്റാണ്. കാരണം എന്താ? 6ൽ 1 കഷ്ണവും, നോക്കൂ എന്തുകൊണ്ടാ തെറ്റ് എന്ന് പറയുന്നത്? 6ൽ 1 കഷ്ണവും 6ൽ 2 കഷ്ണവും ചേർന്നാൽ എന്താ കിട്ടുക? 6 എണ്ണത്തിൽ എത്ര കഷ്ണ കിട്ടുക? 3 എണ്ണ കിട്ടുക. 6 എണ്ണത്തിലാണ് 3 എണ്ണം കിട്ടുന്നത്, 12 എണ്ണത്തിലല്ല. അത് ശ്രദ്ധിക്കണം കേട്ടോ. 6ൽ 3 കഷ്ണാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഈ ടൈപ്പ് നിങ്ങൾക്ക് ചിത്രം കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇനി എത്ര എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ നോക്കാം. ഞാൻ ഓരോ ചിത്രങ്ങൾ നിങ്ങൾക്ക് തരാം. അപ്പൊ അത് കണ്ടിട്ട് അതിൽ എത്ര ഉണ്ട് എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഇങ്ങനെ ഉണ്ട് വിചാരിച്ചോ. നോക്ക്, ഇത് ഈ ഭാഗം, ഓക്കെ, ഈ ഭാഗവും കൂട്ടുകയാണ്. ഈ 2 ചിത്രങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതും? ഇതിനെ നിങ്ങൾ എങ്ങനെ എഴുതും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അതിന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ 1 കഷ്ണം ആകെ എത്ര കഷ്ണമുണ്ട്? 4 കഷ്ണാക്കി അല്ലേ? അതിലത്തെ 1 കഷ്ണം അത്. ഇതോ 4ല് 1 കഷണം, അതും 4ൽ 1 കഷണം. 1/4 1/4. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1ഉം 1ഉം 2/4. ഇനി ഈ 2/4 നമുക്ക് റെഡ്യൂസ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ചുരുക്കി എഴുതാം. അതെങ്ങനെയാവുക? 2 4 രണ്ടും ഇരട്ട സംഖ്യകളല്ലേ? അപ്പൊ 2ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 1 എന്ന് എഴുതാം. 4ന് 2 × 2 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? 2ഉം 2ഉം നമുക്ക് കട്ട് ചെയ്താൽ നമുക്ക് ബാക്കിയായി നമുക്ക് എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും. അപ്പൊ 2/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന കുട്ടികൾ ഇങ്ങനെ എഴുതണം എന്നില്ല. 2/4 = 1/2 എന്ന് എഴുതിയാലും മതി. എന്നാൽ ഇവിടെ നോക്കിയാൽ 1/8 2/8 = 3/8. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഇത് ഇരട്ട നമ്പർ, ഇത് ഒറ്റ നമ്പർ. അപ്പൊ 2 കൊണ്ടാവില്ല. 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ ഇതിനെ പറ്റും, പക്ഷെ ഇതിനെ ആവില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതാനേ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇതിങ്ങനെ കൂട്ടുന്ന സമയത്തുള്ള കാര്യം എഴുതുമ്പോ മുകളിലുള്ളത് ആഡ് ചെയ്തിട്ട് താഴെയുള്ളത് അതേപോലെ എഴുതി വെച്ചാല് ആയി. എങ്ങനെയാണെങ്കിൽ 2 എണ്ണത്തിനും താഴെ ഒരേ ഭാഗങ്ങളാക്കിയിട്ടാണ് എടുക്കുന്നത് എങ്കിൽ. ഓക്കെ, ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി റൗണ്ടിന് പകരം നോക്കൂ കുട്ടികളെ. അപ്പൊ ഇതിന്റെ ആൻസർ ഇപ്പൊ 2/4 1/2 കിട്ടി. ഇനി ഇതിന് പകരം നോക്കിക്കോ, ഇത്രയും തരുന്നു, 8 കഷ്ണം തരുന്നു. ഈ 8 കഷ്ണം തന്നിട്ട് ഈ 1 കഷ്ണത്തിനെ ഷെയ്ഡ് ചെയ്യുന്നു.
അപ്പൊ നിങ്ങളിപ്പോ മനസ്സിലാക്കണം ഇത് എത്ര ഭാഗമാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതേപോലുള്ള എത്ര കഷ്ണം അവിടെ ഉണ്ട് നോക്കിയാൽ മതി. ആകെ എത്ര ഉണ്ട് നോക്കിയാൽ 1 2 3 4 5 6 7 8 കഷ്ണം ഉണ്ട്. അതിൽ എത്ര കഷ്ണമാണ് ഇങ്ങനെ റൗണ്ടിലുള്ളത്? 1. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? 1/8. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഇവിടെ വേറൊന്ന് തരുന്നു. നോക്ക്, ഇങ്ങനെ വരിയിട്ടു. അപ്പൊ എത്ര വരും നോക്കിയാൽ? ഇത് എത്ര? 1/8. ഇതോ ഈ വരയിട്ട സംഭവം എത്ര ഉണ്ട്? 1/8 അല്ലല്ലോ, 2 കഷ്ണമില്ലേ? 2 കഷ്ണം ഉണ്ടാകുമ്പോ ഇത് എത്രയായി? 2/8 ആയി. അപ്പൊ 1/8ഉം 2/8ഉം ഇങ്ങനെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1ഉം 2ഉം കൂട്ടിയാല് 3/8. ഇത് രീതിയിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ. ഇനി വേറൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ. ഇപ്പൊ 1/6 ഇവിടെ ഉണ്ട്. ഇവിടെ ഞാൻ നേരത്തെ 2/6 ആണ് പറഞ്ഞത്. ഓക്കെ, ഈ 1/6ന് പകരം നോക്ക്, ഇത്ര പോരെ തരുന്നു. ഇത് ഫുള്ള് തരുന്നു. ഇത് ഫുള്ള് പറയുമ്പോ എത്രയായി നോക്കിയാൽ? ഇത് 1/6 ആണ്. നോക്കൂ കുട്ടികളെ, ഞാൻ ഇതിനെ ഞാൻ ഇങ്ങനെ റൗണ്ട് ഇട്ടേക്കാം. ഈ റൗണ്ട് ഇട്ട ഭാഗം എത്ര? ഈ റൗണ്ട് ഇട്ട ഭാഗം എത്ര പറയും? ആകെ എത്ര കഷ്ണമുണ്ട്? 6 കഷ്ണമുണ്ട്. അപ്പൊ ഈ റൗണ്ട് ഇട്ട ഭാഗം എത്രയാണ്? 1/6 ആണ്. പ്ലസ് ഇത് നോക്കിയാൽ ഈ വരയിട്ട ഭാഗം ടോട്ടലിൽ എത്ര പീസ് ഉണ്ട്? 6 ഉണ്ട്. അതിൽ ഇതെത്ര? വരയിട്ട ഭാഗം 1 2 3. അപ്പൊ എത്ര? 6ല് 3. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1ഉം 3ഉം കൂട്ടിയാല് 4/6. ഈ 4/6നെ നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റും. എങ്ങനെയാണ്? 4നെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 2 × 2. 6നെ എങ്ങനെ എഴുതാം? 3 × 2 അല്ലെങ്കിൽ 2 × 3 എഴുതാലോ. 2 കട്ട് ചെയ്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2/3 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അല്ലെങ്കിൽ 4/6നെ 2ന്റെ പകുതി എടുത്തു കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2/3 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇതിപ്പോ റൗണ്ട് വരച്ചിട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. റൗണ്ട് വരക്കുന്നതിന് പകരം നമുക്ക് ഒരു റിബണിന്റെ ടൈപ്പിലാണ് തരുന്നത് എന്ന് കരുതുക. ഓക്കെ, ഇങ്ങനെ ഒരു റിബണിന്റെ ടൈപ്പിൽ തന്നിട്ട് നോക്കൂ. ഓക്കെ, ഇതാ ഇതിപ്പോ എത്ര പീസായി നോക്കിയാൽ? ഒരേപോലെയുള്ള 1 2 3 4 5 6 7 8 പീസ് ഉണ്ട്. ആ 8 പീസില് നോക്കൂ കുട്ടികളെ, ഇവിടെ ഒരു ഷെയ്ഡ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ 2 ഷെയ്ഡ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. 2 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ വര ഒരേപോലെയുള്ള 2 എണ്ണത്തിന് ചെയ്തിട്ടുണ്ട്. പിന്നെയോ ഇതിനെ ഇങ്ങനെ ചെരിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെരിച്ചിട്ട് ഇവിടങ്ങളോളം ചെരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗം, ഇങ്ങനെയുള്ള ഈ ഭാഗം എത്ര വരും? ആകെ എത്രയുണ്ട്? 1 2 3 4 5 6 7 8 പാർട്ട്, ഈക്വൽ പാർട്ട് ആക്കിയിട്ടുണ്ട്. അതിൽ ഈ ലൈൻ എത്ര വരും? 2 എണ്ണം വരും. അപ്പൊ 8 എണ്ണം ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഷേപ്പ് വരുന്നതാണ് പറയുന്നത്. ഇങ്ങനെയുള്ളത് 8 എണ്ണം ആക്കിയിട്ടുണ്ട്. അതിൽ എത്ര എണ്ണം? 2 എവിടെയുണ്ട്? ഓക്കെ, ഇനി ഇത് നോക്കിയാൽ ഈ ചെരിഞ്ഞ വര, ഈ ചെരിച്ച വര, ഇങ്ങനെയുള്ള വര, ഇങ്ങനെയുള്ള വര, ഇത് എത്ര എണ്ണം ഉണ്ടോ നോക്കിയാൽ? 1 2 3. എത്ര എണ്ണത്തിലാണത്? അത് എത്ര എണ്ണത്തിലാണ്? 8ല് 3. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ എത്ര എഴുതും? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2/8 plus 3/8. അത് നമുക്ക് ഇവിടുന്ന് തന്നെ ആൻസർ എഴുതാം. 2 + 3 എത്രയാണ്? 5. 5/8 കറക്റ്റ് അല്ലേ? നോക്കിയാൽ 5/8 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 8 ഈക്വൽ പാർട്സിൽ 5 പാർട്ട് സെലക്ട് ചെയ്യുന്നു. 8 തുല്യ കഷ്ണങ്ങളില് 5 കഷ്ണം എടുക്കുന്നു. ശരിയാണോ നോക്കിയാൽ? 1 2 3 4 5 6 7 8 കഷ്ണം. അതിൽ 5 കഷ്ണം എടുക്കുന്നു. കറക്റ്റ് അല്ലേ? 1 2 3 4 5 കഷ്ണം എടുക്കുന്നു. കറക്റ്റ്. അപ്പൊ ഈ തരത്തില് താഴെ ഒരേപോലെയാണ് നമുക്ക് കഷ്ണങ്ങൾ ആക്കുന്നതെങ്കിൽ മുകളിലുള്ളത് കൂട്ടിയിട്ട് എഴുതിയാൽ മതി. ഈ രീതിയിലുള്ള ചിത്രങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ റൗണ്ടിന്റെ ആകൃതിയിൽ വരുന്ന ചിത്രങ്ങളും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി ചോദ്യം നോക്കൂ. 1/2 + 1/4. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ശ്രദ്ധിക്ക, നേരത്തെ പറഞ്ഞത് 1/4 + 1/4. നമ്മൾ ആൻസർ എഴുതും. താഴെ ഒരേപോലെ ആയതുകൊണ്ട് 1ഉം 1ഉം കൂട്ടി നമുക്ക് 2/4 എന്ന് കിട്ടി. അതിനെ ചുരുക്കി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ അതിനെ 1/2 എന്ന് എഴുതി. നേരത്തെ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ഇപ്പൊ 1/3 + 1/3. അപ്പൊ നമ്മൾക്ക് എഴുതും 1ഉം 1ഉം കൂട്ടിയാൽ നമുക്ക് 2 കിട്ടും. 2/3. അപ്പൊ അതിനെ നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റില്ല. അത് നമ്മൾ അങ്ങനെ എഴുതും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് താഴെ ഒരേപോലെ ആണെങ്കിൽ
മുകളിലുള്ളത് നമ്പർ ആഡ് ചെയ്തിട്ട് താഴെയുള്ളത് അതേപോലെ എഴുതി വെച്ചാൽ മതി. ഇത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യം. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് കറക്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞത് ഇപ്പം പറഞ്ഞത് കമ്പയർ ചെയ്യുന്നത്. 1/2 + 1/4 ആണ്. ഈ 1/2 + 1/4 എന്ന് പറയുമ്പോൾ എന്താ വരിക? നോക്ക്, 1/4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. നോക്കൂ കുട്ടികളെ, 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ 1/4, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ഭാഗമാണ് നമുക്ക് 1/4 ഉണ്ടാവുക. 1/2 എന്ന് പറയുമ്പോ നോക്കിയാൽ എങ്ങനെയാണ് 1/2 കിട്ടുക? ഈ 1/2 എന്ന് പറയുന്നത് ഇവിടെ സാധാരണ 1/2 എന്ന് പറഞ്ഞാൽ എന്താ? നേരെ ഇട്ടിട്ട് ഈ ഭാഗമാണ് 1/2 വരിക, ഇപ്പുറത്തെ ഭാഗവും 1/2. അപ്പൊ ഉറപ്പാണല്ലോ. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഒരു ചിത്രത്തിൽ തന്നെ നമുക്ക് 1/2നെയും 1/4നെയും കാണിക്കണം. ഞാനിപ്പോൾ 2 ചിത്രങ്ങളിലാണ് കാണിച്ചത്. നോക്ക്, ഈ ഭാഗത്തിന് ഈക്വൽ ആണല്ലോ ഈ 2 ഭാഗങ്ങൾ ചേർന്നാല്. ശ്രദ്ധിച്ച, ഈ ഇത്ര ഒരു ദോശയെ നമ്മൾ നേരെ പകുതിയാക്കിയതിന് തുല്യാണല്ലോ ഒരു ദോശയെ 4 കഷ്ണങ്ങളാക്കി അതിൽ 2 കഷ്ണം എടുക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാല് എന്ത് കിട്ടും? ആർക്ക് ഈക്വൽ ആണ്? ഈ 1/2ന് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന ഭാഗത്തിന് നമുക്ക് എങ്ങനെ പറയാം? 1/2 എന്ന് വിളിക്കാലോ. അപ്പൊ 1/2ഉം 1/4ഉം ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഭാഗവും ചേർന്നതാണ് അതിന്റെ ആൻസർ. അപ്പൊ ഏതുപോലെ വരുന്നത്? നോക്കൂ കുട്ടികളെ, ഇങ്ങനെയുള്ള ഒരു ചിത്രം വരുമ്പോ ആ ചിത്രത്തില് ഇങ്ങനെ വരുന്ന ഷേപ്പാണ് നമ്മളുടെ ഉത്തരം. ഈ ഭാഗമാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. എന്തുകൊണ്ട്? ഇതും ചേരുമ്പോ എന്താ കിട്ടുക? ഈ ഭാഗവും ഞാൻ ഷെയ്ഡ് ചെയ്യണോ? ഇപ്പൊ ഷെയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ വന്നു 1/2. ഇതിനെ ഷെയ്ഡ് ചെയ്താൽ നേരെ കുത്തനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇത് രണ്ടും ചേരുമ്പം ഇങ്ങനെയുള്ള ഭാഗമല്ലേ കിട്ടുക. ഇത് എത്രയുണ്ട് നോക്കിയാൽ ഈ ഭാഗം എത്രയാണ് വരിക? നോക്കിയാൽ ഈ ഭാഗം എത്ര വരും? ഇത് 1/4 ആയതുകൊണ്ട് ഇത് 1/4 ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് 1/4 ആണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം എത്ര വരും? ഈ ഭാഗം എങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക? നോക്കിയാൽ ഇങ്ങനെ 4 കഷ്ണാക്കിയാല് 4 പീസാക്കിയാല് അതിൽ എത്ര പീസാണ് ഇത് എല്ലാം കൂടെ വരുന്നത്? 4. ഇങ്ങനെയുള്ള ഭാഗം വരുന്നത് എങ്ങനെയാണ്? ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള ഈ ഭാഗം വരുന്നത് 4 എണ്ണത്തില് എത്ര വരുന്നുണ്ട്? 3 എണ്ണം വരുന്നുണ്ട്. 4 എണ്ണത്തില് 4 1/4കളില് 3 1/4 ആണ് ഇത് വരുന്നത്. 3/4 ആണ് എവിടെ വരുന്നത്? ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് കിട്ടുന്നത് എത്ര? 3/4 ആണ്. അപ്പൊ ഈ 1/2 എന്ന് പറയുന്നതും ഈ 1/4 എന്ന് പറയുന്നതും ചേരുമ്പം എത്രയായി? 3/4 ആയി. അപ്പൊ നമ്മൾ ആകെ കൺഫ്യൂഷനായി. അതെങ്ങനെയാണ്? ചിത്രം വരക്കുമ്പോൾ മനസ്സിലായി. 1/2ഉം 1/4ഉം പീസ് കൂട്ടിയാല് ഇത്ര വരുന്നുണ്ട്, അത് 3/4 ആണെന്ന് മനസ്സിലായി. അതായത് 1/2ഉം 1/4ഉം കിട്ടുമ്പോ 3/4. അതെന്താ അർത്ഥം നോക്കിയാൽ? ഈ 1ഉം കൂട്ടിയ 3 കിട്ടൂല. 2ഉം 4ഉം രണ്ടും ഡിഫറൻറ്റും ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ മിക്ക കുട്ടികൾക്കും, അത് 6ാം ക്ലാസ് എന്നില്ല, 6th സ്റ്റാൻഡേർഡ് എന്നില്ല, 7-ലെത്തിയാലും 8-ലെത്തിയാലും 9-ലെത്തിയാലും പല കുട്ടികൾക്കും തെറ്റുന്നതാണ് ഇതുപോലെ വരുന്ന ഭാഗങ്ങൾ. അപ്പോ അതെങ്ങനെ നമുക്ക് കൃത്യമായി ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അത് നമ്മൾക്ക് എന്തർത്ഥത്തിലാണ് അങ്ങനെ വരുന്നത് നോക്കാം. നോക്കൂ കുട്ടികളെ, 1/2ഉം 1/4ഉം ചേരുമ്പോഴാണല്ലോ 3/4 ആവുക. ഓക്കെ, ഈ 1/2 എന്ന് പറയുന്നത് ഈ ഭാഗമാണല്ലോ. ഈ ഭാഗം എന്ന് പറയുന്നത് എത്ര 1/4കളാണ്? നോക്കിയാൽ ഈ ഭാഗല്ലേ 1/2. ഓക്കെ, ഈ 1/2 എന്ന് പറയുന്ന ഭാഗം എത്ര 1/4കളാണ്? നോക്കിയാൽ ഈ 1/2 എന്ന് പറയുന്ന ഭാഗം എത്ര 1/4കളാണ്? ഒരു 1/4, ഒരു 1/4. അപ്പൊ 1/4ഉം 1/4ഉം ചേർന്നാൽ നമുക്കറിയാം എത്ര? 1/4ഉം 1/4ഉം 2/4, അത് നമുക്ക് 1/2. അത് ഇത് രണ്ടും ചേർന്നാൽ എത്രയായി? 2/4 ഹാഫായി. അപ്പൊ ഈ ഹാഫ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഹാഫ് എന്ന് പറയുന്നത് 1/4ഉം 1/4ഉം ചേരുന്നതാണ്. ലിസൺ, ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? 1/4ഉം 1/4ഉം ചേരുന്നതാണ്. ഡൗട്ട് ഉണ്ടോ? 1/4ഉം 1/4ഉം ചേരുന്നതല്ലേ?
ഈ ഹാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് എന്ന് പറയുന്നത് 2/4 ആണല്ലോ. അപ്പൊ 1/2 എന്ന് പറയുന്നത് 2/4 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതിയ സ്ഥലത്ത് 1/2ഉം 1/4ഉം കൂട്ട 3/4 നമുക്ക് ചിത്രത്തിൽ കിട്ടി. 1/2ഉം 1/4ഉം ചേരുമ്പോ ചിത്രത്തിൽ എന്ത് കിട്ടി? ഇത് ഫുള്ള് നമുക്ക് എത്ര കിട്ടി? 3/4 കിട്ടി. പക്ഷേ നമ്മളുടെ പ്രോബ്ലം ആയിട്ട് അതിനെ വരുമ്പോ എങ്ങനെ വരുന്നു നോക്കാം. ഈ 1/2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് പറയുന്നത് 2 1/4 ആണ്. 2 1/4 ആണ്. അപ്പൊ എന്ത് കിട്ടും? 2/4 ആണ്. അപ്പൊ ഈ 1/2ന് പകരം എന്തെഴുതാം? 2/4 എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് ആരുണ്ട്? 1/4 ഉണ്ട്. അപ്പൊ 2/4ഉം 1/4ഉം ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? നോക്കിയാൽ താഴെ ഒരേപോലെ ആയില്ലേ? 4ൽ 2 പീസും 4ൽ 1 പീസും ചേർന്നാൽ എത്രയാവും? 4ൽ 3 പീസായി. അപ്പൊ 2/4ഉം 1/4ഉം ചേർന്നാൽ എത്രയായി? 3/4 ആയി. കറക്റ്റ്. ദാ 2/4ഉം ഈ 2/4ഉം 1/4ഉം ചേർന്ന 3/4 ആയി. അപ്പൊ 1/2ഉം 1/4ഉം ചേർന്ന 3/4 ആയി. അപ്പോ ചിത്രം നോക്കിയിട്ട് നമുക്ക് വരച്ച് മനസ്സിലാക്കാൻ പറ്റും. ചിത്രം നോക്കാതെ നമ്മൾ ചെയ്യുമ്പോ 1/2ഉം 1/4ഉം 3/4 ആയി മാറുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് 1/2നെ നമ്മൾ മാറ്റിയിട്ട് 2/4 ആക്കും. അപ്പോ നിങ്ങൾക്കൊരു ഡൗട്ട് വരും. 1/2 എന്ന് പറഞ്ഞാല് 2/4 ആണ്, 3/6 ആണ്, 4/8 ആണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ പിന്നെ എന്തിനാണ് 2/4നെ മാത്രമായിട്ട് ഇവിടെ 1/2നെ മാറ്റിയത്? 3/6 ആണല്ലോ, 4 അല്ല 3/6 ആണ്. 3/6 എന്ന് എഴുതി കൂടെ ഇതിനാ? പിന്നെ എന്തിനാണ് 2/4 എന്ന് എഴുതിയത്? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ മറ്റേ ആളുടെ ഡിനോമിനേറ്റർ നോക്കുക, 4 ആണ്. 4 വരുമ്പോ ഇതിനെയും 4 വരുന്ന ഡിനോമിനേറ്ററിലേക്ക് മാറ്റി എഴുതണം. ഈ 1/2ന് 4 വരുന്ന ഡിനോമിനേറ്റർ വന്നാല്, 4 ഛേദമായിട്ട് വന്നാല് മുകളിൽ അപ്പൊ എത്ര വരണം? 2 വരണം. 2/4. അതുകൊണ്ടാണ് ഇവിടെ 4 വന്നത് കൊണ്ടാണ് നമ്മൾ 1/2ന് പകരം എത്ര എഴുതിയത്? 2/4 എന്ന് എഴുതിയത്. അപ്പോ കുട്ടികൾക്ക് ഒരു ഡൗട്ട് വരും. നോക്കൂ കുട്ടികളെ, ഞാൻ വേറൊരു ചോദ്യം പറയാം. ഇപ്പൊ 1/3ഉം 1/6ഉം കൂടെ ആഡ് ചെയ്ത്, അപ്പൊ 1/3ഉം 1/6ഉം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരത്തെ മാതിരി രണ്ടും കൂടെ കൂട്ടി എഴുതാൻ പറ്റില്ല. ഇതേമാതിരി എഴുതാൻ പറ്റില്ല. അപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? 3നെ നമ്മൾ മാറ്റും. ഏതിലേക്ക് മാറ്റും? 6ലേക്ക് മാറ്റും. അപ്പൊ എന്ത് കിട്ടും? 1/3 എന്ന് പറഞ്ഞാല് താഴെ 6 വരണമെങ്കിൽ 3 into 2 അല്ലേ? അപ്പൊ 1 into 2 എഴുതിയാ മതി. 2/6 എഴുതാം. 1/3 എന്ന് പറഞ്ഞാൽ 2/6 ആണ്. അപ്പൊ ഈ 1/3ക്ക് പകരം എത്ര എഴുതിയാ മതി? 2/6 എന്ന് എഴുതിയാ മതി. പ്ലസ് 1/6. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2ഉം 1ഉം 3/6. താഴെ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ മേലത്തെ രണ്ടും കൂടെ കൂട്ടി നമുക്ക് എഴുതാം, ആൻസർ എഴുതാം. അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായി? 1/3ക്ക് പകരം എത്ര എഴുതി? 3/6 എഴുതി. ഇനി നിങ്ങൾക്ക് മറ്റൊരു ഡൗട്ട് വരും. 1/2ഉം 1/6 ആണ് വരുന്നത് എന്ന് വിചാരിക്കുക. 1/2ഉം 1/6ഉം വരുമ്പോൾ നേരിട്ട് കൂട്ടാൻ പറ്റില്ല. താഴെ ഡിഫറന്റ് ആണ്, വ്യത്യാസമുള്ളതാണ്. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? 6നെ 2 ആക്കാൻ പറ്റില്ല. 6നെ 2ലേക്ക് ചുരുക്കാൻ പറ്റില്ല. പക്ഷെ 2നെ ഏതിലേക്ക് ആക്കാൻ പറ്റും? 6ലേക്ക് ആക്കാൻ പറ്റും. 2നെ 6ലേക്ക് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ 1/2 എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇതിനെ 6ലേക്കാണ് മാറ്റേണ്ടത്. അപ്പൊ 2 6 ആയിട്ട് വരുമ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്, എത്ര കൊണ്ട് ഗുണിച്ചിട്ടാണ് 2 6 ആവുന്നത്? 3 കൊണ്ട് ഗുണിച്ചിട്ട്. അപ്പൊ ഇതിനെ എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട്. 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 3. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3/6. അപ്പൊ ഈ 1/2ന് പകരം എത്ര എഴുതാ? 3/6. അപ്പൊ ഇവിടെ 1/2ന് പകരം ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഈ 1/2ഉം 1/6ഉം എഴുതുമ്പോൾ ഞാൻ ഇവിടെ എഴുതാം 1/2ഉം 1/6ഉം എഴുതുമ്പോൾ 1/2ന് പകരം 3/6. അപ്പൊ നമുക്ക് കിട്ടും 3/6 പ്ലസ് 1/6.
1/6. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോ 4/6. ഈ 4/6 റെഡ്യൂസ് ചെയ്യാം. എന്തുകൊണ്ട് റെഡ്യൂസ് ചെയ്യാം? രണ്ടും ഈവൺ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യകളാണ്. അപ്പൊ രണ്ടിന്റെ പകുതി എഴുതാം. 4ന്റെ പകുതി എത്ര? 2. 6ന്റെ പകുതി എത്ര? 3. അപ്പൊ 2/3 എന്ന് എഴുതാം. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്ത് കളയാം. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത? ഡിഫറന്റ് ഡിനോമിനേറ്റർ, താഴെ വ്യത്യാസമുള്ളത് വന്നാല്. അപ്പൊ ചോദിക്കും മേലെ ഒരേപോലെ വരണമെന്നുണ്ടോ? നോ, താഴത്തെ മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 1/2 പ്ലസ് 3/5 നോക്ക്. 1/2 പ്ലസ് 3/5 അതിലത്തെ ഏറ്റവും വലിയ വിഷമുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഞാനൊന്ന് മായ്ക്കുന്നേ. ഓക്കെ, ശരി. 1/2 പ്ലസ് 3/5 അത് നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. നോക്കൂ കുട്ടികളെ, ഇത് രണ്ടും ഇതിനെയാണ് നോക്കേണ്ടത്, ഒരേപോലെ അല്ലല്ലോ. നോക്കൂ കുട്ടികളെ, 1/10 3/10 ആകുമ്പോൾ പ്രശ്നമില്ലല്ലോ. 1ഉം 3യും കൂട്ടിയിട്ട് 1 + 3/10 എഴുതിയാൽ മതി. 20 അല്ല, 10 ആണ്. ഈക്വൽ ടു 4/10 ആണ്. അതിന് രണ്ടിനും ചുരുക്കി എഴുതാം 2/5. കാരണം 2 ഈവൺ നമ്പർ, ഇരട്ട നമ്പർ ആണ്. അപ്പൊ ചുരുക്കി എഴുതാം. ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ കാണുന്നത് എങ്ങനെയാ? 1/2 പ്ലസ് 3/5. അപ്പൊ രണ്ടും വ്യത്യാസമായിട്ടുള്ള കാര്യമാണ് കാണുന്നത്. ഈ നോക്ക്, അപ്പോ 2നെ 5 ആക്കാൻ ഒരിക്കലും ആവില്ല. 6 ആണെങ്കിൽ പറ്റും. 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. 2നെ 5 ആക്കാൻ പറ്റില്ല. 5നെ 2 ആക്കാനും പറ്റില്ല. അപ്പോ നമ്മൾ എന്ത് പഠിച്ചു? കോമൺ ആയിട്ട് 2ന് വരുന്ന ഡിനോമിനേറ്റർ ഏതാന്ന് നോക്കുക. നോക്ക്, 2ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാണ് വരിക? 2ന്റെ മൾട്ടിപ്പിൾ, 2ന്റെ ഗുണിതം മൾട്ടിപ്പിൾ ഓഫ് 2. 2ന് കോമൺ ആയിട്ട് വരുന്നതുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിൽ കിട്ടിയിട്ടുണ്ടാവും, എങ്കിലും ഞാൻ ഇവിടെ എഴുതാം. 2ന് കോമൺ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 2ന്റെ മൾട്ടിപ്പിൾ ഏതാ വരിക? 2, 4, 6, 8, 10, 12 ഇങ്ങനെ പോകുന്നതാണ് 2ന്റെ മൾട്ടിപ്പിൾ. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ, ഗുണിതം. അതേമാതിരി തന്നെ 5ന്റെ മൾട്ടിപ്പിൾ എഴുതുക, 5ന്റെ ഗുണിതം എഴുതുക. ഇത് എഴുതണം നിർബന്ധമില്ല, നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ പഠിക്കാം. അപ്പൊ എന്താ? മൾട്ടിപ്പിൾ ഓഫ് 5. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതുന്നു മാത്രമേ ഉള്ളൂ. പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇങ്ങനൊന്നും വേണ്ട. മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറഞ്ഞാൽ ഏതല്ല വരിക? 5, 10, 15, 20. നോക്കൂ കുട്ടികളെ, ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് നോക്കിയാൽ ഇവിടെ 5 ഉണ്ട്, ഇവിടെ എവിടെ 5 ഇല്ല. ഇവിടെ 10 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. മതി. 2 സ്ഥലത്തും കോമൺ ആയിട്ട് വരുന്നത് എത്രയാണ്? 10. അതിന്റെ അർത്ഥം എന്താ? ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പൊ 1/2നെ ഏതിലേക്ക് മാറ്റണം? ഏതോ ഒരു 10 ഡിനോമിനേറ്ററിൽ, കോമൺ 2 സ്ഥലത്തും 10 അല്ലേ, ആ കോമണിലേക്ക് ഈ 2 10 ആയിട്ട് വരണം. അപ്പൊ 2 10 ആയിട്ട് വരണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ വരുന്നുണ്ടാവുക? 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അല്ലെ 10 ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഈ 1ന് എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് 1 × 5 എത്ര? 5/10. നോക്ക്, എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാവുന്നില്ലാണ് ഞാൻ പറയാൻ പോന്നെ. ഇപ്പോഴും ആയിട്ടില്ല, ബാക്കിയുള്ള കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നോക്കൂ, വളരെ ഈസിയാണ്. അപ്പൊ 1/2 എന്ന് പറയുന്നതിന് ഞാനിപ്പോ എഴുതുകയാണ്. 1/2 എന്ന് പറയുന്ന ചുരുക്കം എഴുതുന്നത് അത് 5/10 ഈക്വൽ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കിട്ടി. ഇനി നമുക്ക് 3/5 ആണ് വരേണ്ടത്. ആ 3/5ന്റെ ഡിനോമിനേറ്റർ 10 ആക്കാം. എന്തുകൊണ്ട്? 5ന്റെ മൾട്ടിപ്പിളിലും 10 ഉണ്ട്, 2ന്റെ മൾട്ടിപ്പിളിലും 10 ഉണ്ട്. 2 സ്ഥലത്ത് 10 ആണ് കോമൺ. അതുകൊണ്ട് 2ന്റെയും താഴെ 10 ആക്കി വരുന്ന രീതിയിൽ എഴുതാൻ പറ്റും. അപ്പൊ 5 എങ്ങനെയാണ് 10 ആയത്? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ 10 ആവുന്നത്. അപ്പൊ ഈ 3നെ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 6/10 കിട്ടി. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നോക്ക്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് എത്തി. 3/5 എന്ന് പറയുന്നത് ആര് തന്നെയാണ്? 6/10 തന്നെയാണ്. നമുക്ക് കൂട്ടേണ്ടത് ഇവരെയല്ലേ? ഈ 1/2ഉം 3/5ഉം അല്ലേ കൂട്ടേണ്ടത്? നോക്ക്, 1/2 പ്ലസ് 3/5. 1/2ന് പകരം എത്ര എഴുതാം? നോക്കിയാൽ 5/10. നോക്ക്, 5/10. 3/5ന് പകരം എത്ര എഴുതാ? 6/10. നോക്ക്, ഇതാ 2 സ്ഥലത്ത് ഒരേപോലെ വന്നില്ലേ? ഇനി എന്താ പണി? 5ഉം 6ഉം കൂട്ടിക്കോ. 5 + 6/10 എത്ര? അത് 11/10. ഓക്കെ,
ഐഡിയ മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ വരുന്നത്? ഇതിനെ ഇതും ആക്കാൻ പറ്റുന്നില്ല, അതിനെ ഇതും ആക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുന്ന സന്ദർഭത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്പിള് മനസ്സിലാക്കിയിട്ട് ഇത് 2ന്റെയും 5ന്റെയും കോമൺ 10 അറിയുന്ന കുട്ടിക്ക് ഡയറക്റ്റ് എഴുതാം. 2ന്റെയും 5ന്റെയും കോമൺ ആയിട്ട് വരുന്നത് 10 ആണെന്ന് മനസ്സിലാവുന്ന കുട്ടിക്ക് എങ്ങനെ ആ കുട്ടി ഉടൻ തന്നെ എഴുതാം? ഇതൊന്നും ആ കുട്ടി എഴുതൂല. കുട്ടി എന്താ എഴുതുക? 1/2 എന്ന് പറഞ്ഞാൽ 10 അല്ലേ വരിക കോമൺ. ഇവിടെ 10 വരുമ്പോ ആ കുട്ടിക്കറിയാം 2 10 ആയത് 5 കൊണ്ട് മൾട്ടിപ്ലൈറ്റ് ആണ്. അപ്പൊ ഇതിന് 5 കൊണ്ട് കുട്ടി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ആ കുട്ടിക്ക് 5 കിട്ടി. അപ്പൊ 5/10 കിട്ടി. അപ്പൊ 1/2 എന്ന് പറയുന്നത് 5/10 കിട്ടി. രണ്ടാമത് 3/5 ആണ്. ആ 3/5 താഴെ 10 വരണം. അപ്പൊ കുട്ടി മനസ്സിലാക്കി 5നെ 2 കൊണ്ട്, അപ്പൊ 3നും 2 കൊണ്ട്, 3 2 6. അപ്പൊ ആ കുട്ടിക്ക് കിട്ടി 6/10. ഓക്കെ, 3/5 പകരം കിട്ടി 6/10. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏത് ആഡ് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ? ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ. ഇനി 1/8 പ്ലസ് 1/2 രണ്ടും കൂടെ കൂട്ടുന്നു നോക്കിയോ? 1/8ഉം 1/2ഉം കൂടെ കൂട്ടുന്നു. ഈ 1/8നെ വേണമെന്നില്ല, ഞാൻ വേറൊരു നമ്പറും വേണം പറയാം. 3/8 എന്നോ അങ്ങനെയും പറയാം. എന്നാ 3/8 ആയിക്കോട്ടെ. 3/8ഉം 1/2ഉം കൂടെ കൂട്ടുന്നു. സിമ്പിൾ ആണ്. എന്താണ് കാര്യം? 3/8 1/2 ആണ്. 8നെ 2 ആക്കാൻ പറ്റില്ല, പക്ഷെ 2നെ എത്രയാക്കാം? 8 ആക്കാൻ പറ്റും. അപ്പൊ 2ന്റെയും മൾട്ടിപ്ലൈ ചെയ്തേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പൊ ഇതിനെ മാത്രം ശരിയാക്കിയാൽ മതി. അപ്പൊ 1/2നെ എങ്ങനെ എഴുതാ? താഴെ 8 വേണമല്ലോ, താഴെ 8 വരണ്ടേ? ഈ 1/2ന് ഈക്വലന്റ് ആയിട്ട് തുല്യമായിട്ടുള്ള 8 ഛേദം വരുന്ന ഒരു നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ 2 8 ആവുന്നത് എങ്ങനെയാ? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇതിന് 4 കൊണ്ട്. അപ്പൊ 1 × 4 എത്ര? 4/8. നിങ്ങൾക്ക് അറിയെങ്കിൽ ഡയറക്റ്റ് എഴുതാം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ മാറ്റി എഴുതാ? 3/8 പ്ലസ് 1/2ന് പകരം എത്ര എഴുതാ? 4/8. അപ്പൊ ആൻസർ എത്ര? 3 4 7/8. ഓക്കെ, അപ്പൊ ഡിഫറൻറ്റ് വരുമ്പോ ഒന്നിനെ മറ്റേതാക്കി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ എളുപ്പം എഴുതാം. മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്പിള് മനസ്സിലാക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം 1/2 പ്ലസ് 1/7 ഉണ്ട് വിചാരിച്ചോ. 1/2 പ്ലസ് 1/7. അപ്പൊ ഇതിനെ ഇതാക്കാൻ പറ്റില്ല, ഇതിനെ ഇതാക്കാൻ പറ്റില്ല. അപ്പൊ 2ഉം 7ഉം വരുന്നത് എത്രയാ വരിക? 2 × 7 14 ആയിരിക്കും. കോമൺ ആയിട്ട് 2ലും വരുന്നുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ മൾട്ടിപ്ലൈ എഴുതി നോക്കിയാൽ മതി. അപ്പൊ 14 ഇതിലും കാണും, 14 ഇതിലും കാണും. 2ന്റെ മൾട്ടിപ്പിള് 14 ഉണ്ടാവും, 7ന്റെ മൾട്ടിപ്പിള് 14 ഉണ്ടാവും. അപ്പൊ 1/2നെ എങ്ങനെ എഴുതാം? അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എഴുതുന്നു. 1/2 എന്ന് പറഞ്ഞാല് ഏതോ ഒരു 14 താഴെ വരുന്ന രീതിയിൽ. അപ്പൊ 2 14 ആവുന്ന എത്ര കൊണ്ടാണ്? 7 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ? അപ്പൊ ഇതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 7 7. ഇനി അടുത്തത് എത്രയാണ്? 1/7 ആണ്. 1/7ന്റെയും താഴെ എത്ര വരണം? 14 വരണം. അപ്പൊ 7 എങ്ങനെയാണ് 14 ആയിട്ടുണ്ടാവുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ? അപ്പൊ ഇതെല്ലാം അങ്ങനെ വരുന്നത്. ഇത് 7 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്തു, ഇത് 2 കൊണ്ട്. അപ്പൊ ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 2 എത്ര? 2. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 1/2 1/7 കൂട്ടുന്നതിന് തുല്യം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ എത്ര? 7/14 2/14 കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടി 9/14. അപ്പൊ 2 ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ് ഛേദങ്ങൾ ഉള്ളത് കൂട്ടുമ്പോൾ അവയുടെ ഛേദങ്ങൾ ഒരേപോലെ ആക്കിയിട്ട് വേണം കൂട്ടാൻ. അപ്പൊ ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആണ് ഉള്ളതെങ്കിൽ അവക്ക് കോമൺ ഡിനോമിനേറ്റേഴ്സ് ആക്കിയിട്ട് വേണം അവ തമ്മിൽ ആഡ് ചെയ്യാൻ. ഓക്കെ, പോയിന്റ് മനസ്സിലായല്ലോ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റിലത്തെ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഏതായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ലെസൺ ആണ്, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ 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 ബൈ.